ഹലോ ഗൈസ്, എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? പഠിത്തമൊന്നും ആദ്യം പോകുന്നില്ലേ? ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഫുൾ ഡേ സ്റ്റഡി വ്ലോഗായിട്ടാണ്. എൻ്റെ റിവിഷൻ ഡേയുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 3 ചാപ്റ്റേഴ്സാണ്. ബയോയിലാണെങ്കിൽ പ്ലാൻ ഗ്രോത്ത്, ഫിസിക്സിലാണെങ്കിൽ മോഷൻ ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ, കെമിസ്ട്രിയിലാണെങ്കിൽ അമീൻസ്. എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് കിടന്നാലോ ഗൈസ്. രാവിലെ ഞാൻ തുടങ്ങിയത് ബയോയിലാണ്. അങ്ങനെ സ്റ്റാർട്ടിങ് എപ്പോഴും ബയോ തുടങ്ങണം എന്ന് ഇൻട്രസ്റ്റുള്ള കൂടുതലൊന്നുമില്ല ഞാൻ. എനിക്ക് ഏത് ചാപ്റ്ററാണ് പഠിക്കാൻ ഇൻട്രസ്റ്റ് വരിക ആ ചാപ്റ്ററായിരിക്കും ഞാൻ കൂടുതലും പഠിക്കുന്നുണ്ടാവുക. നിങ്ങൾ എങ്ങനെയാണ് കമൻറ്റ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 3 hours ഒക്കെ എടുത്ത് ഞാൻ ചാപ്റ്റർ പഠിച്ച് തീർന്നിട്ട് ഒരു 1 hour എടുത്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസും അനലൈസൊക്കെ ചെയ്തു. അതിനുശേഷം ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്ത് ഫിസിക്സ് ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ചാനൽ ഫോളോ ചെയ്താണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഒട്ടും സ്വയം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ ഒരു മടി തോന്നില്ല. നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരേ മൈൻഡായിരിക്കില്ല ഇരിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ നല്ല പ്രൊഡക്റ്റീവായി ചിലത് പ്രൊഡക്റ്റീവായത് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ടൈമിലേക്ക് ഞാൻ കൂടുതലും വീഡിയോ ക്ലാസ് കണ്ടതിൻ്റെ ഫോളോ ചെയ്യുന്നത്. കാരണം ചില സമയങ്ങളിൽ വീഡിയോ ക്ലാസ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈം വേസ്റ്റ് തോന്നാറുണ്ട്. ചില സമയങ്ങളിൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഇപ്രാവശ്യം ചെയ്തത് നല്ല യൂസ്ഫുള്ളായി തോന്നിയിട്ടോ. കുറേ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് തെറ്റി, അതിൽ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടി. എന്തോ എനിക്ക് തന്നെ ഒരു കഴിഞ്ഞ വർഷത്തേക്കാൾ ഞാൻ ബെറ്റർ ആയെന്ന് തോന്നുന്നു. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ തെറ്റും ചെയ്തു കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം. അതിനുശേഷം കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. കെമിസ്ട്രിയിലും ഒരു 3 hours ഞാൻ എടുത്തുള്ളൂ. കാരണം ഒരു 2 hours ഒരു ചാപ്റ്റർ എടുത്തു, 1 hour ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു. അതും ഞാനൊരു വീഡിയോ ക്ലാസ് കണ്ടിട്ടാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത്. അത് എനിക്ക് ഫിനിഷ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം എനിക്ക് വൈകിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്കിനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ ടൈം മാറ്റി വെച്ച് അത് ഫിനിഷ് ചെയ്യണം. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലെ റിവിഷനിൽ കുറേ ചാപ്റ്റേഴ്സ് എനിക്ക് അത്രയും പെർഫെക്റ്റായിട്ട് തീർക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ ചാപ്റ്റേഴ്സ് ഓട്ടിച്ച് വിട്ട് പഠിച്ചു തീർത്തിട്ടുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ചില ദിവസം നല്ല പ്രൊഡക്റ്റീവായ ദിവസങ്ങൾ, ഒട്ടും പ്രൊഡക്റ്റീവായ ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയങ്ങൾ എൻ്റെ മൈൻഡിൽ എന്ന് വെച്ചാൽ എങ്ങനെയും ചാപ്റ്റർ തീർക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത്രയും സ്പീഡിൽ ഞാൻ തീർക്കും. പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു റിപ്പീറ്റ് ഇയറിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചാപ്റ്ററിൽ എത്ര വൃത്തിയായിട്ട് പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ആ ചാപ്റ്ററിലൂടെ എത്ര പ്രാവശ്യം നമ്മൾ കടന്നു പോകുന്നതിലൂടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എത്ര പ്രാവശ്യം ഓരോ പ്രാവശ്യം ചാപ്റ്ററിൽ പോകുമ്പോൾ നമ്മൾ ഓരോ പോയിന്റിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി മാക്സിമം സ്പീഡ് തീർക്കായിരിക്കും ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ എത്ര ടൈം എടുക്കും എന്നൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം ഞാൻ ചില ചാപ്റ്റേഴ്സ് 3 hours 4 hours ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്നുണ്ട്, ഞാൻ ഇത്രയും ടൈം എടുക്കുന്നു. എന്നാൽ ശരി ഗൈസ്, ബൈ.